ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കേട്ടോ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സമ്മർ ടൈമിൽ വിടരുന്ന ടുളിപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് വിത്തുകൾ ഞാൻ വാങ്ങിച്ചു. അപ്പം അതൊന്ന് നടാനായിട്ട് പോവാണ്. നല്ല മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. മഞ്ഞയുണ്ട്, പിന്നെ നല്ല ചുമപ്പുണ്ട്, ഒരു പിങ്ക് ഉണ്ട്. അപ്പം ഞാൻ ഇത്തിരി വില കുറച്ച് കിട്ടിയപ്പോൾ ഞാൻ ബൾക്കായിട്ട് വാങ്ങിച്ചു. അതിൻ്റെ വിത്തുകൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നേ, ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ വിത്തുകൾ. അപ്പോൾ ഇത് നമ്മൾ ഇതിങ്ങനെ നടുമ്പം ഇവിടെ കുറച്ച് മുളകൾ വന്നിട്ടുണ്ട് ഓൾറെഡി. സോറി, ഇത് കണ്ടോ, ഇത് മുള വന്നിരിപ്പുണ്ട്. അപ്പോൾ ഈ ഭാഗം താഴോട്ടും ഇതിങ്ങനെയായിട്ട് നടന്നത്. നമുക്കിപ്പോൾ നട്ട് നോക്കാം. എന്നിട്ട് നമുക്കൊരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വിടർന്ന് പൂക്കളൊക്കെ വന്നത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല തണുപ്പാണ്, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നടാം. ഞാൻ കുറച്ച് ചട്ടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുവാണേ, എന്നാലും ഇത് താഴോട്ട് ഇതിൻ്റെ വേരൊക്കെ പോവുള്ളൂ. ഇത് നല്ല വളമുള്ള മണ്ണാണിത്. ഇവിടെ കമ്പോസ്റ്റ് വാങ്ങിച്ചതാ. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മറ്റുള്ള ചെടികളൊക്കെ മാറ്റിയിട്ട് കുറച്ച് ചട്ടികൾ റെഡിയാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ സാധാരണ നടുന്ന പോലെ അങ്ങ് നട്ട് നോക്കാം നമുക്ക്. ഇതപ്പം ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ മുള വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നടാം, ഏതിൽ കൂടെയെങ്കിലൊക്കെ മുള വരും. നട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് മണ്ണിടാം. ഞാൻ ഒരു ചട്ടിയിൽ തന്നെ ഇങ്ങനെ കട്ട കുത്തി വരുമ്പോഴാണ് നല്ല ഭംഗി കാണാനായിട്ട്. അപ്പം അതുകൊണ്ട് ഒരെണ്ണത്തിൽ തന്നെ ഒരു 5ഉം 6ഉം ഒക്കെ നടാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ ഒരു ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിലിങ്ങനെ നല്ല കട്ടയായിട്ട് വന്നു. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരെണ്ണം കൂടി പോകും ഇതിനകത്ത്. നടുക്ക് നടാം. ഇതിനെ കൂടി ഒരെണ്ണം പോവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് മണ്ണിട്ട് മൂടാം. ഇവിടുന്ന് കുറച്ചിങ്ങോട്ട് മണ്ണിട്ടിട്ട് മൂടി അപ്പം അത് ഭംഗിയാക്കി വെക്കാം. ഇതിങ്ങനെ ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. താഴെ ഇറക്കി വെക്കാം. ഇനി അടുത്തത്. ഇത്ര ഞാൻ ഒട്ടും നടാറില്ല, ഒറ്റ വർഷം നടാറില്ല. ഒരു ചട്ടിയിലൊക്കെ നടാറുള്ളൂ. ഈ വർഷം നിങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ വാങ്ങിച്ചു. ഇതെല്ലാം മിക്സ്ഡ് ആയിട്ട് നടന്നേ കേട്ടോ, അപ്പോഴേ ഒരു ഭംഗിയുള്ളൂ. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇനി ഒരു വർഷം ഇതിലൊന്നുമില്ല. ടുളിപ്പ് കൊണ്ടുവന്ന് നോക്കാം. അവിടെ പിടിക്കുമെന്ന് അറിഞ്ഞൂടാ. പിടിക്കുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇതിലും നട്ടു. ഇതിലുണ്ട് ഒരു 5-8 നട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് ഒരു ചട്ടിയും കൂടി ഇവിടെ ഉണ്ട്. ഞാനൊക്കെ റെഡി ചെയ്ത് വെച്ചായിരുന്നേ. തണുപ്പത്ത് നടാനായിട്ട് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പൂക്കൾ കാണാൻ നല്ല രസമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തണുപ്പാണെങ്കിലും മഞ്ഞാണെങ്കിലും എനിക്ക് ചെടികളോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും നടും. ഇനി കുറച്ച് ഡാഫഡിൽസ് കൂടി മേടിക്കണം. ഇന്നലെ പോയടുത്ത് ഡാഫഡിൽസിന് വില കൂടുതലായിരുന്നു, അതുകൊണ്ട് അവിടുന്ന് വാങ്ങിച്ചില്ല. ഇനി വേറെ എവിടെയെങ്കിലും പോകുമ്പം ഡാഫഡിൽസ് കൂടി കിട്ടുവാണെങ്കിൽ അതും കൂടി ഇതുപോലെ തന്നെ കുറച്ച് വാങ്ങിക്കണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് ഇങ്ങോട്ടിടാം. എനിക്കിതൊരു ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ നാമ്പ് വന്നു തുടങ്ങും. അപ്പോൾ ഇത് 3 നട്ടു. ഇനി ഒരെണ്ണത്തിന് കൂടി കാണും. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഗാർഡനിൽ തനിച്ചെടുക്കുന്ന ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയാൻ പാടില്ല. ഗാർഡനൊക്കെ ചീത്തയായിട്ട് കിടക്കുവാണ്. ഇനി നമുക്കിപ്പോൾ ഒന്നും ഇതിനകത്ത് ഇറങ്ങാനേ പറ്റില്ല. ഇനി ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആവണം നമുക്കിവിടെ ഒന്ന് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ. എന്നാലും നമ്മൾ നട്ടാൻ വെളുത്തുള്ളി ഇല്ലേ, അതിൻ്റെ ഒരു ചെറിയ നാമ്പ് ഓൾറെഡി വന്നിട്ടുണ്ട് അവിടെ. ഞാൻ അന്ന് വെളുത്തുള്ളി നട്ട് കഴിഞ്ഞിട്ടേ ഒരു 2-3 ചുമന്നുള്ളിയും കൂടി അതിൻ്റെ കൂടെ നട്ടിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങിച്ചപ്പോൾ അതിന് മുള വന്നിരിക്കണം. അപ്പോൾ ഒന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ച് അതും കൂടി നട്ടിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പം ഇതെല്ലാം നട്ട് കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് മണ്ണിടാം. ഇനി ഇത് അപ്പം നമുക്ക് എത്ര ചട്ടി ഉണ്ട് നോക്കാം. 4 ഉണ്ട്.
ഇത് 4 എണ്ണം. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു ചട്ടി ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ചട്ടി ഇതേ ഓൾറെഡി ഇതേ ചെറുതായിട്ട് മുള വന്നേക്കണുണ്ടോ, അതും കൂടി ഇതിൻ്റെ കൂടെ വയ്ക്കാം. എന്നിട്ട് ഇതാണെന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇതിൻ്റെ തന്നെ ഒരു ചെറിയ പീസ് മുറിച്ച് ഇതിനകത്ത് വെക്കും. കളേഴ്സും ആണെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ മറന്നുപോയി ഏതാ നട്ടേക്കണേന്ന്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വെക്കുകയാണെങ്കിൽ നമുക്കറിയാലോ ഇതാണ് വളർന്നു വരുന്നതെന്ന്. അപ്പം അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും. കളർ വ്യത്യാസം ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല അറിയാനായിട്ട്. അപ്പം ഇതൊക്കെ എടുത്ത് കളയാം. അപ്പം നമുക്കിപ്പോൾ എത്ര ചട്ടിയുണ്ട്? 1 2 3 4 5 ചട്ടിയിൽ നിറയെ ചുളിപ്പ് ഉണ്ടാവും നമുക്ക് വിചാരിക്കാം. ഇതാണ് 5 ചട്ടി കേട്ടോ. ബൈ.